മയത്തോടുകൂടെ നടക്കണമെന്നാണ്. ബുദ്ധുമയിൽ നീ നടക്കുന്നത് അഹങ്കാരം നടിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്നാണ് മഹാനായ ഹാക്കിമുള്ള മകനോട് ഉപദേശിച്ച നടത്തത്തിൽ പോലും നമ്മൾ കാണാം. ഞാൻ എൻ്റെ ഉസ്താദിനെ കാണാറുണ്ട്. എൻ്റെ ഉസ്താദ് ഉമ്മാനായ കെട്ടിയ അദ്ദേഹം നടക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലെ തിരിഞ്ഞു നോക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല, നേരെ നടന്നു മുന്നോട്ട് ഒരു മയത്തോടുകൂടെ. അങ്ങനെ സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വരുമ്പോൾ മഹാനായ ഞാൻ എപ്പോഴും ഓർക്കാറും ചിന്തിക്കാറുള്ളത് മഹാനായ വാക്കോട് മൊയ്തീൻ അദ്ദേഹത്തെ നടത്തുമ്പോൾ ആ നടത്തം കാണുമ്പോൾ തന്നെ ഒരു തവാളും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അഹങ്കരിച്ച് നല്ല വസ്ത്രമൊക്കെ ഇങ്ങോട്ട് അല്ലെങ്കിൽ നല്ല വേണ്ടും കോട്ടൊക്കെ ഇങ്ങോട്ടാ പിന്നെ അഹങ്കാരം വണ്ടി വിലക്കും കയറിയാൽ പിന്നെ മാത്രമാണ് തിരിഞ്ഞ അഹങ്കാരം ഉണ്ടാകാൻ. എല്ലാത്തിലും ഒരു എളിമയും ഒരു മാന്യതയും നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ പ്രവർത്തിയിൽ അത് നമ്മുടെ ഹൃദയം നന്നാക്കാൻ ഒരു കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മൾ കൊടുത്തുമാറാകട്ടെ. എന്നോട് പറയാണ് അയ്യക്കൂന സഹിയൻ കരീമ, മാന്യനായ ധർമ്മിഷ്ഠനായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശക്തിയാണ്. മാന്യനായ അതെന്ത് ധർമ്മിഷ്ഠനാണ്? ധർമ്മം ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ പുറത്തു പോയിട്ട് പറയാതിരിക്കുക, അതാണ്. അതേപോലെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ നൽകിയാൽ അത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തെ നന്നാക്കുന്നതാണ്. ധർമ്മം കൊടുക്കണം. കഴിയുന്നത് എന്തെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു കാരക്കയുടെ